നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു തെറ്റ് സംഭവിച്ചാൽ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? ശിക്ഷിക്കണോ അതോ പരിഹാരം കാണണോ? ശരിക്കും എന്താണ് നീതി? പ്രതികാരമാണോ അതോ മുറിവുണക്കലാണോ? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും വരുന്ന ഒന്നല്ലേ? ഒരു കുട്ടിയെ തിരുത്തുമ്പോൾ മുതൽ നമ്മുടെ രാജ്യത്തെ വലിയ നിയമങ്ങൾ വരെ എവിടെയും ഈ ചോദ്യമുണ്ട്. ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതിലാണ് ശരിക്കും നമ്മൾ ഏത് തരം നീതിയിലാണ് വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. അപ്പോ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്തതിന് ഒരു അധികാരസ്ഥാനം ഒരാൾക്ക് മനഃപൂർവ്വം ഒരു ബുദ്ധിമുട്ടോ നഷ്ടമോ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ശിക്ഷ എന്ന് പറയുന്നത്. ഈയൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ കാഴ്ചപ്പാടിലേക്ക് കടക്കാം. നീതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നൊരു ചിത്രമില്ലേ? തെറ്റു ചെയ്തവന് ശിക്ഷ കിട്ടണം എന്നുള്ളത്. ഇതാണ് ഏറ്റവും പരമ്പരാഗതമായ ഉത്തരം. ഇതിനെയാണ് നമ്മൾ പ്യൂണിറ്റീവ് ജസ്റ്റിസ് അല്ലെങ്കിൽ ശിക്ഷയിലൂടെയുള്ള നീതി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തെ മിക്ക നിയമവ്യവസ്ഥകളും ഈ ഒരു ഐഡിയയുടെ പുറത്താണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഈ ഒരു ആശയത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വാചകമുണ്ട്, നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് തന്നെ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. എന്താണിതിൻ്റെ അർത്ഥം? വളരെ ലളിതമാണ്. ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ കിട്ടണം, അത്രയുള്ളൂ. എന്തിനാണിത്? ആ കുറ്റകൃത്യം കാരണം സമൂഹത്തിലുണ്ടായൊരു അസന്തുലിതാവസ്ഥയില്ലേ, അത് ശരിയാക്കാൻ, ആ തുലാസ് വീണ്ടും നേരെയാക്കാൻ. അപ്പോ ഈ ശിക്ഷാധിഷ്ഠിത നീതിക്ക് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പ്രതികാരം, അതായത് കുറ്റവാളിക്ക് അർഹിക്കുന്നത് കിട്ടണം. രണ്ടാമത്തേത് പിന്തിരിപ്പിക്കൽ, അതായത് ശിക്ഷയെ പേടിച്ച് മറ്റുള്ളവർ ഇതേ തെറ്റ് ചെയ്യാതിരിക്കണം. പിന്നെ മൂന്നാമത്തേത് മാറ്റി നിർത്തൽ, കുറ്റവാളിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ സംരക്ഷിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഫോക്കസ് മുഴുവൻ കുറ്റവാളിയിലും അവർ ചെയ്ത തെറ്റിലുമാണ്. ഇനി സൈക്കോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ശിക്ഷ കൊടുക്കാൻ 2 വഴികളുണ്ട്. ഒന്ന്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് കൊടുക്കുക, ഉദാഹരണത്തിന് വഴക്ക് പറയുക അല്ലെങ്കിൽ കൂടുതൽ ജോലി കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തു മാറ്റുക, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിവെക്കുന്നത് പോലെ. ഇതിനെ നെഗറ്റീവ് പണിഷ്മെന്റ് എന്നും പറയും. പക്ഷെ രണ്ടിലായാലും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ആ ഒരു മോശം സ്വഭാവം ഇല്ലാതാക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ശിക്ഷയെക്കുറിച്ചാണ്. ഇനി നമുക്ക് കാര്യങ്ങളെ ഒന്ന് തലതിരിച്ച് ചിന്തിച്ചു നോക്കിയാലോ? ശിക്ഷിക്കുന്നതിന് പകരം സംഭവിച്ച മുറിവുകൾ ഉണക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ? അതാണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് അല്ലെങ്കിൽ പുനഃസ്ഥാപനപരമായ നീതി എന്നു പറയുന്ന തികച്ചും വ്യത്യസ്തമായൊരാശയം. ഇവിടെ ഫോക്കസ് ശിക്ഷയിലല്ല, ബന്ധങ്ങൾ ശരിയാക്കുന്നതിലാണ്. ഈ 2 രീതികളും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ മതി. ശിക്ഷയെ അടിസ്ഥാനമാക്കിയുള്ള നീതി ചോദിക്കും, ഏത് നിയമമാണ് ഇവിടെ ലംഘിച്ചത്? എന്നാൽ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ചോദിക്കുന്നത് അതല്ല. അത് ചോദിക്കുന്നത്, ആർക്കാണിവിടെ വേദനിച്ചത്? അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ആരുടെക്ക് ഉത്തരവാദിത്തമാണ്? കണ്ടില്ലേ വ്യത്യാസം? ഒന്ന് നിയമത്തിലും മറ്റൊന്ന് മനുഷ്യരിലുമാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഒന്നാമത്തെ കാര്യം, ഇരട്ടി സംഭവിച്ച നഷ്ടം പരിഹരിക്കുക എന്നതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പിന്നെ തെറ്റു ചെയ്ത ആളെക്കൊണ്ട് അവരുടെ പ്രവൃത്തി കാരണം മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലാക്കുക. അവരെ വെറുതെ മാറ്റി നിർത്തുന്നതിനു പകരം ഉത്തരവാദിത്തം ഏറ്റെടുപ്പിച്ച് സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നല്ലേ? അതിനൊരു വഴിയുണ്ട്. അതിനെ റെസ്റ്റോറേറ്റീവ് സർക്കിൾ എന്നൊക്കെ പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, തെറ്റ് ചെയ്ത ആളും ആർക്കാണോ ദ്രോഹം സംഭവിച്ചത് അവരും പിന്നെ സമൂഹത്തിലെ കുറച്ചുപേരും ഒരുമിച്ചിരിക്കും. എന്നിട്ട് സംസാരിക്കും. ആദ്യം ഓരോരുത്തരും അവരവർക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ പറയും. പിന്നെ തെറ്റ് ചെയ്ത ആള് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അവസാനം എല്ലാവരും കൂടെ ചേർന്ന് ആ നഷ്ടം എങ്ങനെ പരിഹരിക്കാം, ആ വ്യക്തിയെ എങ്ങനെ തിരികെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ തീരുമാനിക്കും. കേൾക്കാൻ കൊള്ളാം അല്ലേ? ഈ 2 ആശയങ്ങളും തിയറിയിൽ നല്ലതാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊക്കെ എത്രത്തോളം ഫലപ്രദമാണ്? നമുക്ക് ചില ഉദാഹരണങ്ങളും കണക്കുകളുമൊന്ന് നോക്കാം. പുനഃസ്ഥാപനപരമായ നീതി, അതായത് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, ചിലയിടങ്ങളിൽ ശരിക്കും അത്ഭുതകരമായ ഫലങ്ങളാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകളിലും ചെറുപ്പക്കാർ ഉൾപ്പെട്ട കേസുകളിലുമൊക്കെ ഇത് വളരെ വിജയകരമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ന്യൂസിലൻഡിൽ ഒരു പഠനം നടന്നു. അവിടെ ഈ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് പ്രക്രിയയുടെ ഭാഗമായ ഇരകൾക്ക് സാധാരണ കോടതി നടപടികളിലൂടെ പോയ ഇരകളേക്കാൾ ഇരട്ടി സംതൃപ്തി ഉണ്ടായിരുന്നെന്നാണ് കണ്ടെത്തിയത്. ഇരട്ടി! അത് കാണിക്കുന്നത് എന്താണ്?
ഇരകളുടെ വേദനയ്ക്കും ആവശ്യങ്ങൾക്കും ഈ രീതി എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നല്ലേ? പക്ഷേ നാണയത്തിന് ഒരു മറുവശം കൂടിയുണ്ടല്ലോ. ശിക്ഷയിൽ മാത്രം ഊന്നിയുള്ള നമ്മുടെ പാരമ്പര്യഗത രീതികൾക്ക് ചില പ്രശ്നങ്ങളുമുണ്ട്. ചിലപ്പോൾ അത് സമൂഹത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കാനും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ വരെ കാരണമായെന്നും വരാം. ഇതിന്റെ ഞെട്ടിക്കുന്നൊരു ഉദാഹരണമാണ് അമേരിക്കൻ സ്കൂളുകളിൽ കാണാൻ കഴിയുന്നത്. അവിടെയുള്ള അച്ചടക്ക നടപടികളിൽ വലിയ വംശീയമായ വേർതിരിവുണ്ട്. നിങ്ങളീ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഒരു വെള്ളക്കാരനായ കുട്ടിയെ അപേക്ഷിച്ച് ഒരു കറുത്ത വർഗ്ഗക്കാരനായ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഷനോ പുറത്താക്കലോ കിട്ടാനുള്ള സാധ്യത 3 ഇരട്ടിയാണ്. ഇതിൽ നിന്നെന്ത് മനസ്സിലാക്കാം? ഈ ശിക്ഷാരീതികൾ പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന വേർതിരിവുകളെ കൂടുതൽ മോശമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ശരിയായ വഴി? ശിക്ഷയോ അതോ പരിഹാരമോ? സത്യം പറഞ്ഞാൽ ഒരു വഴിയും പെർഫെക്റ്റ് അല്ല. ഓരോന്നിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, പരിമിതികളുണ്ട്. ഒരുപക്ഷേ ശരിയായ ഉത്തരം ഇവ രണ്ടിന്റെയും ഇടയിൽ എവിടെയെങ്കിലുമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഇല്ലേ, അതിന് അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. കൊലപാതകം പോലുള്ള വലിയ കുറ്റകൃത്യങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ? ഇരയും കുറ്റവാളിയും തമ്മിൽ വലിയ അധികാര വ്യത്യാസമുണ്ടെങ്കിൽ എന്തു ചെയ്യും? പിന്നെ കണ്ണിന് കണ്ണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ വെല്ലുവിളികൾക്കെല്ലാമുള്ളൊരു ഉത്തരമായി പലരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് ഹൈബ്രിഡ് മോഡൽ. പേരുപോലെ തന്നെ ഇത് 2 രീതികളിലെയും നല്ല വശങ്ങളെടുത്ത് ഒന്നിച്ചു ചേർക്കാൻ ശ്രമിക്കുന്നു. അതായത് തെറ്റിന് ശിക്ഷയും വേണം, അതേസമയം സംഭവിച്ച മുറിവുകൾ ഉണക്കുകയും വേണം. ഈ ഹൈബ്രിഡ് മോഡലിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ അത് തെറ്റു ചെയ്തവരെ അവരുടെ പ്രവൃത്തിക്ക് ഉത്തരവാദികളാക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിർത്തുന്നില്ല. അതോടൊപ്പം തന്നെ വേദനിച്ചവരെ കേൾക്കാനും നഷ്ടങ്ങൾ പരിഹരിക്കാനും തകർന്ന ബന്ധങ്ങൾ ശരിയാക്കാനും അത് ശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ശിക്ഷയും പരിഹാരവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തിലാണ് തിരിച്ചെത്തുന്നത്. നീതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം? കഴിഞ്ഞുപോയ തെറ്റുകൾക്ക് കണക്ക് തീർക്കലാണോ, അതോ നാളത്തെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ നന്നായി ഒരുമിച്ച് നന്നാക്കിയെടുക്കലാണോ? ഒരുപക്ഷേ യഥാർത്ഥ നീതി ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലായിരിക്കാം. നിങ്ങളെന്തു പറയുന്നു?